നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായ 2 മത്സരങ്ങളുടെ പരാജയത്തിന് ശേഷം ഇതാ വീണ്ടും വിജയവഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. എന്നാൽ LSGക്കോ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് 40 റൺസിൻ്റെ മികച്ച വിജയം തന്നെ രാജസ്ഥാൻ റോയൽസ് നേടിയിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത അവർ 20 ഓവറിൽ 6 വിക്കറ്റ് 159 റൺസ് അടിച്ചപ്പോൾ LSG 18 ഓവറിൽ 119 റൺസിന് ഓൾ ഔട്ടായി. അത്ര മികച്ചൊരു തുടക്കമായിരുന്നില്ല രാജസ്ഥാൻ റോയൽസിൻ്റേത് എന്നതാണ് യാഥാർത്ഥ്യം. തുടക്കത്തിൽ 2 ഫോറൊക്കെ അടിച്ചെങ്കിലും വൈഭവ് സൂര്യവംശി അധിക നേരം നിന്നില്ല. എന്നാൽ അതിനു മുമ്പ് യശസ്വി ജയ്സ്വാൾ 12 പന്തിൽ നിന്ന് 22 റൺസ് അടിച്ച് മുഹമ്മദ് ഷമിയുടെ പന്തിൽ ഋഷഭ് പന്ത് പിടിച്ച് പുറത്തായി. പിന്നാലെ ധ്രുവ് ജുറൽ ഗോൾഡൻ ഡക്കായി ഷമിയുടെ പന്തിൽ. അതിന് തൊട്ട് പിന്നാലെ സൂര്യവംശി 11 പന്തിൽ നിന്ന് 8 റൺസുമായിട്ട് പോയതോടെ 32-3 എന്ന നിലയിലേക്ക് അവർ വീണു. പിന്നെ റിയാൻ പരാഗ്, ഷിംറോൺ ഹെറ്റ്മയർ എന്നിവർ ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ പരാഗ് 19 പന്തിൽ നിന്ന് 20 റൺസാണ് അടിച്ചത്. ഹെറ്റ്മയർ 18 പന്തിൽ നിന്ന് 22 റൺസുമായിട്ട് മടങ്ങി. രവീന്ദ്ര ജഡേജയുടെ സംഭാവന വളരെ ഇമ്പോർട്ടൻ്റ് ആയി. 29 പന്തിൽ നിന്ന് 2 ഫോറും ഒരു 6 അടക്കം അദ്ദേഹം 43 റൺസുമായിട്ട് പുറത്താതെ നിന്നു. ഡൊണോവൻ ഫെരീര 19 പന്തിൽ നിന്ന് 20 റൺസ് അടിച്ചപ്പോൾ ഡ്യൂബെ 11 പന്തുകളിൽ നിന്ന് 19 റൺസാണ്. ശുഭം ഡ്യൂബയുടെ ആ ഒരു സംഭാവന വളരെ ക്രൂഷ്യലായിരുന്നു. ഏതായാലും ഷാമി 4 ഓവറിൽ 30 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ പ്രിൻസ് യാദവ് 4 ഓവറിൽ 29 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തി. മോസിൻ ഖാൻ വളരെ മനോഹരമായിട്ട് പന്തെറിഞ്ഞു. 4 ഓവറിൽ 17 റൺസിന് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തി. അങ്ങനെ 159 വലിയൊരു സ്കോറൊന്നും അല്ലാതെ രാജസ്ഥാൻ റോയൽസിനെ ഒതുക്കാൻ കഴിഞ്ഞിരുന്നു LSGക്ക്. പക്ഷേ LSGയുടെ ബാറ്റിംഗ് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയേറ്റു. ബറോന് റണ്ണൗട്ടായി ഡക്കിന്. പിന്നാലെ പന്ത് ഡക്കാവുന്നു. 3 പന്തിൽ നിന്ന് 0. മർക്രം 6 പന്തിൽ നിന്ന് 0. പിന്നെ എങ്ങനെ ടീം രക്ഷപ്പെടാനാണ്? നിക്കോളാസ് പൂരൻ 25 പന്തിൽ നിന്ന് 22. ഈ IPL അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റും സ്കോറിങ്ങും ഒക്കെ വളരെ പരിതാപകരമാണ്. മിച്ചൽ മാർഷ് ഒരു ഭാഗത്ത് ടീമിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി, പക്ഷേ സാധിച്ചില്ല. പിന്നാലെ ഹിമ്മത് സിംഗും പോകുന്നു. ഹിമ്മത് സിംഗ് 15 പന്തിൽ നിന്ന് 15. ഒടുവിൽ മാർഷും വീഴുന്നു. 41 പന്തിൽ നിന്ന് 6 ഫോറും 2 6 അടക്കം 55 റൺസാണ് അദ്ദേഹം അടിച്ചത്. പിന്നെ ചൗധരിയിലായിരുന്നു പ്രതീക്ഷ. ഒരു 6 അടിച്ചു, പക്ഷേ 3 പന്തിൽ നിന്ന് 7 റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി. ഷാമി 6 റൺസ്, അതുപോലെ തന്നെ മായങ്ക് യാദവ് 5 റൺസുമായിട്ട് മടങ്ങി. പിന്നെ അവസാനം മോസിൻ ഖാൻ ഡക്കായി മടങ്ങിയതോടുകൂടി അവരുടെ സ്കോർ 18 ഓവറിൽ 119 റൺസിന് അവസാനിച്ചു. മികച്ച ബൗളിംഗ് ആണ് ജോഫ്രെ ആർച്ചറും അതുപോലെ തന്നെ മറ്റ് ബോളർമാരൊക്കെ നടത്തിയത്. ആർച്ചർ 4 ഓവറിൽ 20 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ നാന്ദ്രെ ബർഗർ 4 ഓവറിൽ 27 റൺസിന് 2 വിക്കറ്റ് എടുത്തു. പിന്നെ ബ്രിജേഷ് ശർമ്മക്കും ലഭിച്ചു 2 വിക്കറ്റുകൾ. അദ്ദേഹം 3 ഓവറിൽ 18 റൺസിന് 2 വിക്കറ്റ് എടുത്തു. ജഡേജയ്ക്കും ബിഷ്ണോയ്ക്കും ഓരോ വിക്കറ്റുകളും ലഭിച്ചു. എന്തായാലും വീണ്ടും വിജയവഴിയിലേക്ക് രാജസ്ഥാൻ റോയൽസ് എത്തിയിരിക്കുന്നു. 7 കളിയിൽ നിന്ന് 10 പോയിൻറ്റുമായിട്ട് അവർ പോയിൻ്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ LSG 7 കളി 4 പോയിൻറ്റ് 9ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.